ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിദിന മധ്യപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. അസംസ്കൃത പാചകവാതക എണ്ണകളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ കേന്ദ്ര ഗവൺമെന്റ് 10% കുറച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കൊല്ലം, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് അല്പസമയത്തിനകം തുടങ്ങും. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് 2ാം ക്വാളിഫയറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിദിന മധ്യപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ദേവി അഹല്യാബായി ഹോൾക്കറുടെ 300ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഭോപ്പാലിൽ നടക്കുന്ന മഹിളാ സശക്തീകരൺ മഹാസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. കൂടാതെ നിരവധി വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. പാചക എണ്ണകളുടെ ചില്ലറ വിൽപ്പന വില കുറയ്ക്കുന്നതിനും ആഭ്യന്തര ഉൽപാദകരെ സംരക്ഷിക്കുന്നതിനും അവയുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ കേന്ദ്രം 10% കുറച്ചു. അസംസ്കൃത പാം ഓയിൽ, സോയാബീൻ ഓയിൽ, സൺഫ്ലവർ ഓയിൽ എന്നിവയുടെ തീരുവയാണ് കുറച്ചത്. കുറവ് ഉടൻ പ്രാബല്യത്തിൽ വരും. നേരത്തെ ഈ 3 അസംസ്കൃത ഭക്ഷ്യ എണ്ണകളുടെയും തീരുവ 20% അതേസമയം സംസ്കരിച്ച എണ്ണയുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ 32.5% തുടരും. തീവ്രവാദത്തെ ഇല്ലാതാക്കാൻ ഇന്ത്യയുടെ ഉറച്ച നിലപാടിന് ശക്തി പകരുന്നതിനായി സർവകക്ഷി പാർലമെന്ററി പ്രതിനിധി സംഘങ്ങൾ വിവിധ രാജ്യങ്ങളിൽ സന്ദർശനം തുടരുന്നു. ഡെസ്ക് റിപ്പോർട്ട്. BJP MP രവിശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിൽ സംഘം നിലവിൽ ഡെൻമാർക്കിലാണ് സന്ദർശനം നടത്തുന്നത്. ഡാനിഷ് പാർലമെന്റിന്റെ വിദേശനയ സമിതി അധ്യക്ഷൻ ക്രിസ്റ്റ്യൻ ഫ്രിറ്റ്സ് ബാച്ചിനെയും ഡാനിഷ് MP ട്രൈൻ പെർട്ടുമാച്ചിനെയും സംഘം ഇന്നലെ സന്ദർശിച്ചു. ഇന്ത്യയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ആദ്യ രാജ്യം ഡെൻമാർക്കാണെന്നും തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാട് ഡെൻമാർക്ക് മനസ്സിലാക്കുന്നുണ്ടെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രവിശങ്കർ പ്രസാദ് പറഞ്ഞു. DMK MP കനിമൊഴിയുടെ നേതൃത്വത്തിൽ മറ്റൊരു സംഘം നിലവിൽ ലാത്വിയയിലാണ് സന്ദർശനം നടത്തുന്നത്. റിഗയിലെ നാഷണൽ ലൈബ്രറിയിൽ സ്ഥാപിച്ച മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ സംഘം പുഷ്പാർച്ചന നടത്തി. ലാത്വിയയിലെ ഉന്നത നേതാക്കളുമായി സംഘം കൂടിക്കാഴ്ചയും നടത്തി. BJP MP ബൈജയന്ത് പാണ്ഡെയുടെ നേതൃത്വത്തിൽ സർവകക്ഷി സംഘം അൾജീരിയയിലും NCP SCP MP സുപ്രിയ സുലെയുടെ നേതൃത്വത്തിലെ സംഘം എത്യോപ്യയിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം ആഘോഷിക്കുമ്പോൾ ഇന്ത്യൻ സൈനികരുടെ ധീരതയെ അഭിവാദ്യം ചെയ്യുന്ന ആകാശവാണി പരമ്പരയിൽ ഇന്ന് 1947-48 ഇന്ത്യ പാക് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച രാജ്യത്തെ ആദ്യ പരംവീര ചക്ര പുരസ്കാര ജേതാവ് മേജർ സോമനാഥ് ശർമ്മയെ അനുസ്മരിക്കുന്നു. 1923 ജനുവരിയിൽ ഹിമാചൽ പ്രദേശിലാണ് മേജർ സോമനാഥ് ശർമ്മയുടെ ജനനം. 1942 ഫെബ്രുവരിയിൽ അദ്ദേഹം കുമയൂൺ റെജിമെന്റിൽ നിയമിക്കപ്പെട്ടു. 1947 ഒക്ടോബറിൽ പാകിസ്ഥാൻ ജമ്മു കാശ്മീർ ആക്രമിച്ചപ്പോൾ താഴ്വരയെ പ്രതിരോധിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് മേജർ സോമനാഥ് ആയിരുന്നു. കൈക്ക് പ്ലാസ്റ്റർ ഇട്ടിരുന്നിട്ടും മേജർ സോമനാഥ് ശർമ്മ സൈന്യത്തെ ധീരമായി നയിച്ചു. 1947 നവംബർ 3 ബഡ്ഗാമിന് സമീപത്തുള്ള സ്ഥലത്താണ് സോമനാഥ് ശർമ്മയുടെ കമ്പനിക്ക് ചുമതലയുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് 2:35 ഏകദേശം 700ഓളം വരുന്ന ശത്രു സൈന്യം ചെറു ആയുധങ്ങളും മോർട്ടാറുകളും യന്ത്രത്തോക്കുകളുമായി അവരെ അപ്രതീക്ഷിതമായി ആക്രമിച്ചു. ഇത് ഇന്ത്യൻ പക്ഷത്ത് കനത്ത ആൾനാശമുണ്ടാക്കി. പക്ഷേ പിന്മാറാൻ വിസമ്മതിച്ച മേജർ ശർമ്മ വെടിക്കോപ്പുകൾ പരിമിതമായിരുന്നിട്ട് പോലും സധൈര്യം മുന്നിൽ നിന്ന് പൊരുതി. ശക്തമായ ഈ പോരാട്ടം തുടരുന്നതിനിടെ മേജർ ശർമ്മയുടെ മുന്നിൽ ഒരു മോർട്ടാർ ഷെൽ വീണ് പൊട്ടിത്തെറിക്കുകയും അദ്ദേഹം വീരമൃത്യു വരിക്കുകയും ചെയ്തു. 25ാം വയസ്സിൽ ധീരമായി പോരാടി വീരമൃത്യു വരിച്ച മേജർ സോമനാഥ് ശർമ്മയെ മരണാനന്തരം പരമവീരചക്രം നൽകി രാജ്യം ആദരിച്ചു. മേജർ സോമനാഥ് ശർമ്മയെ രാജ്യം അഭിവാദ്യം ചെയ്യുന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. മറ്റ് എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും ലക്ഷദ്വീപ് തീരത്ത് ചൊവ്വാഴ്ച വരെയും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ 3 ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. കൊല്ലം, കോട്ടയം, ഇടുക്കി ജില്ലകൾക്കാണ് ഇന്ന് അവധി. കാസർകോട് ജില്ലയിലെ മൊഗ്രാൽ, നീലേശ്വരം, ഉപ്പള നദികളിൽ ഓറഞ്ച് ജാഗ്രതയും കാര്യങ്കോട് നദിയിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു.
കണ്ണൂരിൽ ശക്തമായ മഴ തുടരുന്നു. പലയിടത്തും വ്യാപകമായ നാശനഷ്ടങ്ങളുണ്ടായി. കണ്ണൂർ പയ്യന്നൂർ കാനായി മുക്കൂട് പാലത്തിന് സമീപം ഇന്നലെ രാത്രി കാർ പുഴയിൽ ഒഴുകിപ്പോയി. കാറിലുണ്ടായിരുന്ന 3 പേർ രക്ഷപ്പെട്ടു. കണ്ണൂർ കൂത്തുപറമ്പിനടുത്ത് പാട്യം മുതിയങ്ങയിൽ തോട്ടിൽ വീണതായി സംശയിക്കുന്ന സ്ത്രീക്കായി തിരച്ചിൽ ഇന്നും തുടരും. മുതിയങ്ങ വിനോദ് ഭവനിൽ നളിനിയെയാണ് കാണാതായത്. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് തൃശൂർ വാഴാണി അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്ന് അധികജലം പുറത്തേക്കൊഴുക്കാൻ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ നിർദ്ദേശം നൽകി. നദീതീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചു. കൊല്ലം ജില്ലയിലെ ആദിച്ചനല്ലൂരിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 2 കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി. പലയിടത്തും കാറ്റിൽ മരങ്ങൾ വീണു. ഇടുക്കിയിൽ മലയോര മേഖലകളിലെ രാത്രിയാത്രാ നിരോധനം തുടരുകയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ മൂന്നാർ ഗ്യാപ്പ് റോഡ് പൂർണ്ണമായും അടച്ചു. മലങ്കര, പാമ്പ്ള, കല്ലാർകുട്ടി, പൊന്മുടി അണക്കെട്ടുകൾ തുറന്നുവിട്ടിരിക്കുകയാണ്. ഇടുക്കി പാറത്തോട് തോട്ടിൽ വീണ് ഒരാൾ മരിച്ചു. പുത്തൻപറമ്പിൽ ബാബുവാണ് മരിച്ചത്. മഴക്കെടുതിയെ തുടർന്ന് ആലപ്പുഴ ജില്ലയിലെ 4 താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 26 ക്യാമ്പുകളിലായി 851 കുടുംബങ്ങളെയാണ് നിലവിൽ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് തുടരുന്ന ശക്തമായ കാറ്റിലും മഴയിലും കെഎസ്ഇബിക്ക് വൻ നാശനഷ്ടം. നിലവിലെ കണക്കുകൾ പ്രകാരം 2656 ഹൈടെൻഷൻ പോസ്റ്റുകളും 19513 ലോ ടെൻഷൻ പോസ്റ്റുകളും തകർന്നു. വിതരണ മേഖലയിൽ ഏകദേശം 138,87,00,000 രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. ശക്തമായ മഴയും കാറ്റും ഏറ്റവും കൂടുതൽ ബാധിച്ചത് വൈദ്യുതി മേഖലയെയാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. നിരവധി വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു തകരാറിലായ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നുവരികയാണെന്നും മന്ത്രി ഇടുക്കിയിൽ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. എഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് അല്പസമയത്തിനകം ആരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ. 187 കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കി പരേഡിൽ അണിനിരക്കുക. ഇതിൽ 42 വനിതാ കേഡറ്റുകളും ഉൾപ്പെടും. ബംഗ്ലാദേശ്, ശ്രീലങ്ക, ടാൻസാനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 6 പേരും അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കി പരേഡിൽ പങ്കെടുക്കും. ദക്ഷിണ നാവികസേനാ മേധാവി വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ് സല്യൂട്ട് സ്വീകരിക്കും. ഇന്നലെ നടന്ന 25ാമത് ബിരുദദാന ചടങ്ങിൽ ബ്രഹ്മോസ് ഡയറക്ടർ ജനറൽ ഡോക്ടർ ജയതീരത്ത് ആർ ജോഷി മുഖ്യാതിഥിയായി. പരിശീലനകാലത്ത് കേഡറ്റുകൾ ആർജിച്ച വിവിധ അഭ്യാസമുറകളുടെ പ്രദർശനവുമുണ്ടായിരുന്നു. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയില ഉപയോഗത്തിന്റെ ദോഷങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത്. പുകയിലയുടെ ദുരന്തവും അതുമൂലമുണ്ടാകുന്ന തടയാൻ സാധിക്കുന്ന മരണങ്ങളും രോഗങ്ങളും ലോകശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ 1987 ആദ്യമായി ലോക പുകയില വിരുദ്ധ ദിനം ആചരിച്ചത്. ചണ്ഡീഗഡിൽ ഐപിഎൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 20 റൺസിന് പരാജയപ്പെടുത്തി മുംബൈ ഇന്ത്യൻസ് 2ാം ക്വാളിഫയറിലെത്തി. തോൽവിയോടെ ഗുജറാത്ത് പുറത്തായി. നാളെ പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ഗുജറാത്തിൽ വൈകിട്ട് 7:30-ക്കാണ് മത്സരം. ബാങ്കോക്കിൽ 4ാമത് തായ്ലന്റ് ഓപ്പൺ ഇന്റർനാഷണൽ ബോക്സിംഗ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ കിരണും ദീപക്കും ഫൈനലിൽ കടന്നു. വനിതകളുടെ 80 കിലോ സെമി ഫൈനലിൽ ഉക്രൈൻ താരത്തെയാണ് കിരൺ പരാജയപ്പെടുത്തിയത്. പുരുഷന്മാരുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ തായ്ലന്റ് താരത്തെ പരാജയപ്പെടുത്തിയാണ് ദീപകിന്റെ ഫൈനൽ പ്രവേശം. ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ ആരോഗ്യം ആനന്ദം 2.0ക്ക് ഇന്ന് വയനാട്ടിൽ തുടക്കമാകും. 2ാംഘട്ട ക്യാമ്പയിനിൽ പുരുഷന്മാരിലെ അർബുദ പരിശോധനയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. വദനാർബുദം, വൻകുടലിലെ ക്യാൻസർ എന്നിവയുടെ പരിശോധനയും ചികിത്സയും ക്യാൻസർ പ്രതിരോധ ബോധവൽക്കരണ പരിപാടികളുമാണ് ഈ ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ ഇന്നത്തെ മുഴുവൻ പരിപാടികളും മാറ്റിവെച്ചതായി മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പനിയെ തുടർന്ന് ഡോക്ടർ വിശ്രമം നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് പരിപാടികൾ മാറ്റിയത്. പെൺകുട്ടികൾ അഭിമാനമാകുന്ന മാനസിക പരിവർത്തനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ കാരണമായെന്ന് ബിജെപി ദേശീയ സമിതി അംഗം സി.കെ. പത്മനാഭൻ പറഞ്ഞു. ബിജെപി സിറ്റി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച റാണി അഹല്യാഭായ് ഹോൾക്കറുടെ ത്രിശതാബ്ദി സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ലഹരി എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനി മലപ്പുറം വണ്ടൂർ സ്വദേശി അരുണിനെ കുന്ദമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ജനുവരിയിൽ കുന്ദമംഗലം പോലീസ് രജിസ്റ്റർ ചെയ്ത എംഡിഎംഎ കേസിൽ 6ാം പ്രതിയാണ് ഇയാൾ. കോഴിക്കോട് കോർപ്പറേഷൻ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ ഇന്ന് കോൺഗ്രസ് കോർപ്പറേഷൻ വളയൽ സമരം നടത്തും. മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിദിന മധ്യപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. അസംസ്കൃത പാചകവാതക എണ്ണകളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ കേന്ദ്ര ഗവൺമെന്റ് 10% കുറച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കൊല്ലം, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് അല്പസമയത്തിനകം തുടങ്ങും. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് 2ാം ക്വാളിഫയറിൽ.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.